മഹാകുംഭമേളയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു. ഇതുവരെ സ്നാനത്തിന് വേണ്ടി എത്തിയത് 10 കോടിയിലധികം തീർത്ഥാടകരാണ്. VIP സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. പ്രയാഗ്രാജിൽ നിന്ന് നിഖിൽ കുമാറിന്റെ റിപ്പോർട്ട്. ഇവിടേക്ക് ആ ഒരു തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തുടരുന്നുണ്ട്. കാരണം ഇനി വരാനിരിക്കുന്ന ദിവസം 29-ാം തീയതിയാണ് പ്രധാനപ്പെട്ട സ്നാനത്തിനുള്ള തീയതി. പ്രധാനപ്പെട്ട 2 എണ്ണം, അതായത് 13-നും 14-നും പ്രധാനപ്പെട്ട 2 സ്നാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയുള്ളത് ശേഷിക്കുന്ന 4 എണ്ണം കൂടിയാണ്. അതിലൊന്ന് നടക്കാനിരിക്കുന്നത് ഈ ഒരു 29-ാം തീയതിയാണ്. അതിന് മുന്നോടിയായി തന്നെ ഈ ഒരു തീർത്ഥാടകരുടെ ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ ഒഴുക്ക് അത് ക്രമാതീതമായി കൂടുന്നുണ്ട്. തീർത്ഥാടകർ നിരവധിയായി ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പം തന്നെ മറ്റൊരു കാര്യം, ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ അറിയാൻ സാധിക്കും, കിലോമീറ്ററുകളോളം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സ്നാനത്തിന് വേണ്ടി എത്തുന്ന ആളുകൾ ഇങ്ങനെ കിലോമീറ്ററുകളോളം ഇവിടെ തുടങ്ങി സെക്ടർ നമ്പർ 24 ആണ്. ഇവിടെ തുടങ്ങി നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുകയാണ് എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു സ്നാനത്തിലെത്തുന്ന ആ ഒരു തീർത്ഥാടകർ അതിങ്ങനെ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച. ഈ ഒരു സ്നാനത്തിന് വേണ്ടി ആളുകൾ ഇറങ്ങുന്നത് ഇങ്ങനെ കിടക്കുകയാണ്. വലിയ തിരക്ക് തന്നെ, നേരത്തെ പറഞ്ഞ പോലെ വലിയ തിരക്ക് തന്നെ. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരു ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിരുന്നു. ഈ ഒരു കണക്ക് പ്രകാരം ഇവിടേക്ക് സ്നാനത്തിന് വേണ്ടി കഴിഞ്ഞ ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ തുടങ്ങി ഇന്നലെ വരെയുള്ള കണക്ക് അനുസരിച്ചാണെങ്കിൽ 10 കോടിക്ക് മുകളിൽ തീർത്ഥാടകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സെക്ടർ നമ്പർ 24-ലാണ്. ഇവിടെയാണ് അല്പമെങ്കിലും തിരക്ക് കുറവുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന തോറും തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തീർത്ഥാടകരുടെ ഒരു വലിയ ഒഴുക്ക് തന്നെയുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഇനി വരാനിരിക്കുന്ന ദിവസം ഇവിടേക്ക് എത്താനുണ്ട്. കാരണം അമിത്ഷാ 27-ന് എത്തും. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വരുന്ന 5-ാം തീയതി ഇവിടെ എത്തുന്നുണ്ട്. തൊട്ടു പിന്നാലെ 10-ാം തീയതി രാഷ്ട്രപതി എത്തുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുന്നോടിയായി സുരക്ഷയും, കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ തീർത്ഥാടകരുടെ എണ്ണം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് വഴിതടച്ചുള്ള സുരക്ഷ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വീണ്ടും സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാർ ഒരുങ്ങുന്നത്. കാരണം ഈ ഒരു തിരക്ക്, മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ വരുന്ന മുഴുവൻ ആളുകളുടെയും ഫേസ് ഇവിടെ ഓട്ടോമേറ്റഡായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രത്തോളം ആളുകൾ ഇവിടെ എത്തി എന്ന് കണക്കാക്കുന്നത് അങ്ങനെയാണ്. അതിന് സംവിധാനമുള്ള AI ക്യാമറ അടക്കം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മുഴുവൻ ആളുകളുടെയും ഫേസ് ഇവിടെ രജിസ്റ്റർ ആവുന്നുണ്ട്. ഒപ്പം വിപുലമായ സജ്ജീകരണങ്ങൾ സേനയുടെയും ഭാഗത്തുനിന്ന് അടക്കം, പോലീസിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷാ സംവിധാനം അടക്കം ഇവിടെയുണ്ട്. എന്തായാലും സുരക്ഷയും വളരെ വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം 27-ാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി എന്തായാലും സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മഹാകുംഭ നഗരിയിൽ ഭക്തജന പ്രവാഹമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഭക്തരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ത്രിവേണി സംഗമത്തിൽ വരാനിരിക്കുകയാണ്. പ്രധാനമന്ത്രി വരുന്നു, രാഷ്ട്രപതി വരുന്നു, ഉപരാഷ്ട്രപതി വരുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുന്നു. അങ്ങനെ VIP സന്ദർശനം കൂടിയാകുമ്പോൾ സ്വാഭാവികമായും തിരക്കവിടെ കൂടും, സുരക്ഷയും കൂടും. എന്തായാലും UP സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലല്ലേ. അത്രത്തോളം വലിയ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്.